So the second layer is devices. In IoT, a device is a piece of hardware with sensor that transmit data from one place to another over internet. Actually, device എന്ന് പറഞ്ഞാൽ it may be a piece of hardware with a sensor, and this combination of hardware and sensor can transmit data from one place to another over the internet. Internet വഴി എന്ത് ചെയ്യാൻ പറ്റണം, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പീസ് ഓഫ് ഹാർഡ്വെയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ sensor is known as device. But type of IoT devices include wireless sensors, software actuators, and computer devices. They can be embedded into mobile device, industrial equipment, environmental sensors, medical devices, and more. കുറച്ചും കൂടെ ക്ലാരിറ്റി ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. സോ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. We can consider this IoT. IoT means Internet of Thing. So T stands for things. Things may be any device or anything in the physical world. It may be a fridge, it may be an AC, maybe a car, or it may be a door. So these are the example of what things in IoT. And these things cannot be transmit data, or these things cannot be receive data from the internet or transmit data through the internet. So these are not capable of transmitting or receiving data from internet, or it cannot transmit data from one device to another. ഇതാണ് ആക്ച്വലി തിങ്സ് എന്ന് പറയുക. ഇതിൽ ഏത് ഫിസിക്കൽ ഡിവൈസും ആവാം. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനോ ഇൻ്റർനെറ്റ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാനൊന്നും ഇതിന് എന്തില്ല, പോസിബിൾ അല്ല. സോ it's an example. AC is an example of thing. Fridge may be a thing, door may be a thing, car may be a thing. അപ്പം ഈ തിങ്സിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഡിവൈസസിനെ കൺസ്ട്രക്ട് ചെയ്യുക? ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡോറാണെന്ന് വിചാരിക്കുക. ഈ ഡോർ എന്ന് പറഞ്ഞാൽ ഈ ഒരു തിങ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡോർ എന്ന് പറഞ്ഞാൽ ഡോറിനെ കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇറ്റ് മേ ബി ഓപ്പൺ ഓർ ക്ലോസ്. നമുക്ക് ഡോറിനെ ക്ലോസ് ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ഓപ്പൺ ആയിരിക്കും അല്ലെങ്കിൽ ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡോറ് വഴി ഡോറിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർനെറ്റിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഡോറിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ പറ്റില്ല. സപ്പോസ് നമ്മൾ റിമോട്ട് പ്ലേസിൽ ഇരുന്നിട്ട് ഡോറിൻ്റെ സ്റ്റാറ്റസ് നോക്കണമെന്നുണ്ടെങ്കിൽ അതും പോസിബിൾ അല്ല. ഡോറിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ either it may be closed or open. അപ്പോൾ ഈ രണ്ട് കേസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർനെറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റില്ല, സെൻസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോർ എന്ന് പറഞ്ഞാൽ ഈ തിങ്ങിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ നമ്മൾ ആഡ് ചെയ്യും, നമ്മൾ ഒരു സെൻസർ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പം ഡോർ പ്ലസ് സെൻസർ. സോ ഈ ഡോറും സെൻസറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോറിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഐഡൻറ്റിഫൈ പറ്റും. അപ്പോൾ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഡോർ സെൻസർ എന്ത് പ്രൊവൈഡ് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഇലക്ട്രിക്കൽ സിഗ്നൽ തരും. ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഗീവ്സ് അനദർ ഇലക്ട്രിക്കൽ സിഗ്നൽ. രണ്ടും ഡിഫറെൻ്റ് ആണ്, രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ചെക്ക് വെദർ ദി ഡോർ ഈസ് ഓപ്പൺ ഓർ ക്ലോസ്ഡ്. അതേപോലെ തന്നെ സെൻസറിന് പകരം നമ്മൾ ആക്ച്വേറ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെൻസർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തറിയാൻ പറ്റും, ഡോർ ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നറിയാം. സപ്പോസ് ഈ ഡോർ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ത്രൂ ദ റിമോട്ട് പ്ലേസ്
So through the internet we can control this door from a remote place. Remote place ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും whether the door is open or closed. അങ്ങനെ ഓപ്പൺ ആയ ഒരു ഡോറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. എന്ത് whether the door is പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയ ഡോറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ആക്ച്വേറ്റർ യൂസ് ചെയ്തിട്ട് DC മോട്ടോർ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ക്ലോസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ. സോ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഡിവൈസ് ഈക്വൽ ടു things plus sensors. So device is equal to things plus sensors. ഇപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് കിട്ടി വാട്ട് ഈസ് എ ഡിവൈസ്. ഇപ്പോൾ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഡിവൈസ് ഈസ് ഈക്വൽ ടു തിങ്സ് പ്ലസ് സെൻസർ. സോ ഫസ്റ്റിലത്തെ നമുക്ക് ആ ഒരു ഡെഫിനേഷൻ ഇപ്പോൾ നമ്മുടെ ക്ലാരിറ്റി ഉണ്ടാവും. An IoT device is a piece of hardware with sensor that transmit data from one place to another over the internet. ഇൻ്റർനെറ്റ് വഴി നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പീസ് ഓഫ് ഹാർഡ്വെയർ പ്ലസ് സെൻസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, IoT ഡിവൈസ് എന്ന് പറയുന്നത്. IoT ഡിവൈസ് എന്ന് പറഞ്ഞാൽ സാധനം സ്പെസിഫിക് ആണ്, എല്ലാ ഡിവൈസസിനല്ല പറയുന്നത്. IoT ഡിവൈസസിൻ്റെ ഡെഫിനേഷനാണ് ആക്ച്വലി പറയുന്നത്. ടൈപ്പ് ഓഫ് IoT ഡിവൈസസ് ഇൻക്ലൂഡ് വയർലെസ് സെൻസേഴ്സ്, സോഫ്റ്റ്വെയർ, ആക്ച്വേറ്റേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ഡിവൈസസ്. ദ ക്യാൻ ബി എംബഡഡ് ഇൻ ടു മൊബൈൽ ഡിവൈസ്. അത് മൊബൈൽ ഡിവൈസിനകത്തേക്ക് എംബഡ് ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻസിനകത്ത് എംബഡ് ചെയ്യാൻ പറ്റും, എൻവയൺമെൻറ്റൽ സെൻസേഴ്സ് നകത്ത് ചെയ്യാൻ പറ്റും, മെഡിക്കൽ ഡിവൈസസ് ആൻഡ് മോർ. So this is the explanation. Next layer is gateway. What is gateway in IoT? In IoT, gateway is a solution for enabling IoT communication, usually device to device communication or device to cloud communication. Device to cloud or device to device communication ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർനെറ്റിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഗേറ്റ്വേ ഈസ് എ സൊല്യൂഷൻ ഫോർ എനേബിളിംഗ് IoT ഡിവൈസസ് ടു കണക്ട് ഇൻ്റർനെറ്റ്. അതാണ് ആക്ച്വലി IoT ഡിവൈസസിനെ ഇൻ്റർനെറ്റിനകത്തേക്ക് കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സൊല്യൂഷനെയാണ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. നോർമലി ഇറ്റ്സ് എ ഹാർഡ്വെയർ. This hardware has a unique identity so that other devices in the internet can access or identify this device and enable communication between them. ഗേറ്റ്വേ എന്ന് പറഞ്ഞ സാധനത്തിന്, ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ ഈ ഹാർഡ്വെയറിന് എന്തുണ്ടായിരിക്കും, നമ്മളെ ഡിവൈസസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിവൈസസ് എന്ന് പറഞ്ഞാൽ സെൻസർ പ്ലസ് തിങ്സും സെൻസറും കൂടിയ ഡിവൈസസിനെ ഡയറക്റ്റായിട്ട് ഇൻ്റർനെറ്റിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ വി യൂസ് എ ഹാർഡ്വെയർ this hardware enables the device to connect internet for communicating between device to device and device to cloud. The gateway is typically a hardware device housing application software that perform essential tasks. At its most basic level, the gateway facilitates the connection between different data sources and destinations. കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ നോക്കാം. അപ്പോൾ നോർമലി എ ഗേറ്റ്വേ ഈസ് നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർനെറ്റിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇൻ്റർനെറ്റിനകത്ത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈസസിനകത്തുള്ള വോൾട്ടേജ് ലെവൽസ് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സും ഇൻ്റർനെറ്റിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡ്സും തമ്മിൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ട്. സോ വി കനോട്ട് കണക്ട് ഇൻ്റർനെറ്റ് ഡിവൈസസ് ഡയറക്ട്ലി ടു എ ഇൻ്റർനെറ്റ്. ഫോർ ദാറ്റ് we need an additional hardware. This hardware is known as gateway. ഒരു
അഡീഷണൽ ഹാർഡ്വെയർ വേണം. ആ ഹാർഡ്വെയറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേറ്റ് വേ എന്ന് പറയുന്നത്. സോ ഡിവൈസും ഇൻ്റർനെറ്റിനകത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഡിവൈസസിനെ ഇൻ്റർനെറ്റിനകത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻട്രലി യൂസ് ചെയ്യുന്ന ഈ ഹാർഡ്വെയർ ആണ് ആക്ച്വലി എന്ത് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നോർമലി ഇപ്പം നമ്മുടെ ഡിവൈസ് എന്ന് പറഞ്ഞ സാധനം, ഡിവൈസ് ഒരു മൊബൈൽ ഫോണാണെന്ന് വിചാരിക്കുക. സപ്പോസ് മൊബൈൽ ഫോണാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിനെ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ഫെസിലിറ്റി അതിനകത്ത് എന്തുണ്ടായിരിക്കണം, ഇൻവോൾവ് ആയിരിക്കണം. നമ്മൾ പണ്ടത്തെ മൊബൈൽ ഫോൺ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇൻ്റർനെറ്റിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. പിന്നീടുള്ള നമ്മളെ പുതിയ ഗാഡ്ജറ്റ്സ് ഒക്കെയാണ്, പുതിയ മൊബൈൽ ഫോണൊക്കെയാണ് ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പം മൊബൈൽ ഫോണ് കണക്ട് ചെയ്യുന്നത്? അപ്പം 2-3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ഫോണിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ഡാറ്റ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രൊവൈഡേഴ്സിൻ്റെ അടുത്ത് എന്ത് ചെയ്യും, ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യും. സെല്ലുലാർ ഡാറ്റ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അനദർ മെത്തേഡ് ഇസ് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്കിനകത്ത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിനകത്തുള്ള നെറ്റ്വർക്ക് നമ്മുടെ ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈഫൈ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ആ വൈഫൈ വഴി നമുക്ക് ഇൻ്റർനെറ്റിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അനദർ മെത്തേഡ് ഇസ് ടെതറിങ്. ബ്ലൂടൂത്ത് ടെതറിങ് ആണ് ആക്ച്വലി. ബ്ലൂടൂത്ത് ടെതറിങ് അങ്ങനെ തന്നെ എഴുതണമായിരുന്നു, വിട്ടുപോയതാണ്, നിങ്ങൾ നോട്ട് ചെയ്യണേ. ബ്ലൂടൂത്ത് ടെതറിങ്, ബ്ലൂടൂത്ത് വഴി ടെതർ ചെയ്തിട്ട് വേറൊരു ഡിവൈസസിനെ ആക്സസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിവൈസിനകത്തുള്ള ഇൻ്റർനെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെതർ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു ആക്സസ് എ മൊബൈൽ ഫോൺ ഓർ കണക്ട് എ മൊബൈൽ ഫോൺ ഇൻ ടു എൻ ഇൻ്റർനെറ്റ്. അപ്പം ഇത്രയും ഫെസിലിറ്റി, ഇത്രയും 3 ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മൊബൈൽ ഫോണിനെ നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇതേപോലെ തന്നെയാണ് ഇപ്പം മൊബൈലിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ഡിവൈസസ് ആയിരിക്കും, തിങ്സ് പ്ലസ് സെൻസസ് ആയിരിക്കും. ആ തിങ്സ് പ്ലസ് സെൻസസിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടെക്നിക്സ് യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. നോർമലി ഗേറ്റ് വേ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, so devices in a internet to connect, and we have so many other techniques. Here we have one Zigbee. Using Zigbee we can connect device to internet. IR use ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. Then Wi-Fi യൂസ് ചെയ്തിട്ട് നമുക്ക് പോസിബിൾ ആണ്. Then RFID പോസിബിൾ ആണ്. ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കും. Then Bluetooth is possible. Then NFC എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക് called near field communication. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പോസിബിൾ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ GSM, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഇത്രയും ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻസേഴ്സ് പ്ലസ് തിങ്സ് ആയിട്ടുള്ള ഡിവൈസസിനെ ഇൻ്റർനെറ്റുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും ഫെസിലിറ്റി നമുക്ക് പോസിബിളാണ്. അപ്പം സെൻസസ് പ്ലസ് തിങ്സിനെ കണക്ട് ചെയ്യാൻ, ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ഹാർഡ്വെയർ ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, നമ്മൾ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ പ്യൂർലി ഹാർഡ്വെയർ അല്ല, ഇറ്റ് കണ്ടെയ്ൻസ് സം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആൻഡ് വിച്ച് ഫെസിലിറ്റേറ്റ് ദി ഡിവൈസ് ടു കണക്ട് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിനകത്ത് കണക്ട് ചെയ്യുക, ഡയറക്റ്റ് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഒരു ചെറിയൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് കൂടെ ഉണ്ട്, ചെറിയൊരു ബ്ലോക്ക് കൂടെ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നീഡ് എ പാത്ത്. ഒരു പാത്ത് കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
നമുക്ക് ഹാർഡ്വെയറിന് ഇൻ്റർനെറ്റിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പാത്തിനാണ് ആക്ച്വലി നമ്മൾ പറയുന്നത് നെക്സ്റ്റ് ലെയർ ആയിട്ടുള്ള നമ്മുടെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ദിസ് പാത്ത് ഈസ് നോൺ ആസ് പ്രോട്ടോക്കോൾ. Protocol then actually it's a rule that defines how to connect hardware or gateway into internet. അപ്പോൾ നോർമലി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന, അതായത് IoT-ക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ MQTT എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളാണ്. പ്രോട്ടോക്കോളിൻ്റെ പേര് MQTT പ്രോട്ടോക്കോൾ. അപ്പം ഇതാണ് ആക്ച്വലി ഡിവൈസ്. ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നു, ഡിവൈസിനെ നമ്മൾ ഗേറ്റ് വേ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈസ് വിച്ച് കളക്ട് ഓൾ ദി ഇൻഫർമേഷൻസ് ഫ്രം ദി സറൗണ്ടിങ്സ് ആൻഡ് ഇറ്റ് പ്രോസസ് യൂസിങ് ഗേറ്റ് വേ യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. ആൻഡ് ഒരു പ്രത്യേക പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻ്റർനെറ്റിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. IoT-യിൽ യൂസ് ചെയ്യുന്ന ഈ പ്രോട്ടോക്കോളിനാണ് നമ്മൾ MQTT പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫേമസ് പ്രോട്ടോക്കോൾ. മെസ്സേജ് ക്യൂയിങ് പ്രോട്ടോക്കോൾ എന്നാണ് ആക്ച്വലി നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ FB മെസ്സേജിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. MQTT protocol. This protocol is used to transmit messages from gateways to cloud or cloud to gateway, vice versa. MQTT means in MQTT, M stands for message and Q stands for queuing and T is telemetry and last T is stands for transport. So MQTT protocol is a message queuing telemetry transport protocol or MQ telemetry transport protocol. It's a lightweight messaging protocol that provide resource constrained network lines. Actually ഇതൊരു ഫേമസ് ലൈറ്റ് വെയ്റ്റ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ്. FBയിൽ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് MQTT പ്രോട്ടോക്കോൾ. IBM ഡെവലപ്പ് ചെയ്തൊരു പ്രോട്ടോക്കോളാണ്. 1999 ഡെവലപ്പ് ചെയ്തൊരു പ്രോട്ടോക്കോളാണ് ആക്ച്വലി ദിസ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഇതാണ് IoT-യിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്, മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് cloud, and last layer is cloud. What is cloud? The cloud is a huge interconnected network of powerful services that perform services for business and for people. Actually cloud എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിനകത്തുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ആക്ച്വലി ഇറ്റ്സ് എ സർവീസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, ചിലപ്പം പെയ്ഡ് സർവീസ് ആയിരിക്കും ഓ ഫ്രീ സർവീസ് ആയിരിക്കും. എനിവേ ഇറ്റ്സ് എ സ്പേസ്. അപ്പം നെറ്റ്വർക്കിനകത്തുള്ള സ്റ്റോറേജ് സ്പേസിനാണ് ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്റ്റോറേജ് സ്പേസിനാണ് ആക്ച്വലി നെറ്റ്വർക്ക് ഹ്യൂജ് സ്റ്റോറേജ് സ്പേസിനാണ് ആക്ച്വലി നമ്മൾ ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം എന്താ പറയുക, ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനകത്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ചീപ്പർ ആയിരിക്കും നമ്മളൊരു ക്ലൗഡിനകത്തുള്ള സ്പേസ് റെൻറ്റിന് നമ്മൾ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആക്ച്വലി ഇപ്പോഴത്തെ ട്രെൻഡ് എന്നല്ല, ഇപ്പം നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നോർമലി നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ എന്താ പറയുക ഗൂഗിൾ ഡ്രൈവ്, അതേപോലെ തന്നെ ഡ്രോപ്പ് ബോക്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സ്റ്റോർ ചെയ്യുന്നത് നിങ്ങളുടെ ലോക്കൽ കമ്പ്യൂട്ടറിനകത്തല്ല, അത് ആക്ച്വലി ക്ലൗഡാണ്. ഏതോ ഒരു എന്താ പറയുക സ്ഥലത്തുള്ള വേറെ ഏതോ ഇൻ്റർനെറ്റിനകത്തുള്ള സ്പേസിനകത്തുള്ള ഒരു ഹ്യൂജ് സ്റ്റോറേജ് സ്പേസിലാണ് നിങ്ങൾ അത് സ്റ്റോർ ചെയ്യുന്നത്.
അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഉള്ളിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഡാറ്റ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇങ്ങനെ കയ്യിൽ സൂക്ഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ IoT-നകത്ത് ക്ലൗഡിനകത്തുള്ള ഇമ്പോർട്ടൻസ് ഇതാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ലേയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്സ് പ്ലസ് സെൻസേഴ്സ് പ്രൊവൈഡ്സ് എ ഡിവൈസ്. ആ ഡിവൈസ് എന്ത് ചെയ്യും, ഇൻ ദാറ്റ് സെൻസ് data from the surroundings and given to the gateway, which from where it process the data and using a particular protocol it sends to cloud. അപ്പം നമ്മൾ സെൻസേഴ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ സ്പേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലോക്കൽ സ്പേസിൽ നമുക്ക് ലോക്കൽ സ്റ്റോറേജ് സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ വി നീഡ് എ സ്പേസ് ഫോർ സ്റ്റോറിങ് ഇൻ ദി ഇൻ്റർനെറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ക്ലൗഡ്. അപ്പോൾ നോർമലി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഗൂഗിൾ ക്ലൗഡ്, ആപ്പിൾ ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് ക്ലൗഡാണ് ഗൂഗിൾ ക്ലൗഡും ആപ്പിൾ ക്ലൗഡും. ഇവിടെയൊക്കെ ഗൂഗിളാണെങ്കിലും ആപ്പിളാണെന്നുണ്ടെങ്കിൽ അവർ തരുന്ന സർവീസസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യലല്ല, അവർ ഈ സർവീസ് 3 ടൈപ്പ് സർവീസസ് ഉണ്ട്. PASS, SASS ആൻഡ് IASS എന്നാണ് ആക്ച്വലി എന്ന് പറയാം. PASS, SASS and IASS. PASS stands for Platform as a Service. SASS stands for Software as a Service. ഇവിടെ നിങ്ങൾ പ്ലാറ്റ്ഫോമാണ് സർവീസ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ സർവീസ് ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് IASS മീൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറാണ് എന്ത് ചെയ്യുന്നത്, സർവീസസ് ആയിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് നോക്കാം തിങ്സ് പ്ലസ് സെൻസേഴ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിവൈസ്. അത് ഗേറ്റ് വേ യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്ത ഡാറ്റ ഒരു പ്രോട്ടോക്കോളിന് MQTT പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ക്ലൗഡിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പം നെറ്റ്വർക്ക് തിങ്സും സെൻസേഴ്സും യൂസ് ചെയ്ത് കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ലോക്കൽ സ്പേസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ വി യൂസ് എ ക്ലൗഡ്. ക്ലൗഡിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നോർമലി IoT-ക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ AWS ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ്. AWS എന്ന് പറയുന്നത് ആമസോൺ വെബ് സെർവർ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന IoT-ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലൗഡ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ മൈക്രോസോഫ്റ്റ് അസ്യൂർ. മൈക്രോസോഫ്റ്റിൻ്റെ അസ്യൂർ എന്ന് പറഞ്ഞാൽ ക്ലൗഡ് സർവീസ്. ദെൻ IBM-ൻ്റെ ബ്ലൂമിക്സ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ക്ലൗഡ് സർവീസ്. ആൻഡ് ഗൂഗിളിൻ്റെ ഗൂഗിൾ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും ക്ലൗഡ്സാണ് ആക്ച്വലി നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, IoT-ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്.